ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2025 റിലീസായ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ സീസൺ 5 ആണ്. ഇപ്പം മൊത്തം 4 എപ്പിസോഡുകളാണ് നിലവിൽ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്കാണ്. 1983 നവംബർ 12 വില്ലിനെ ആദ്യമായി കാണാതായ ദിവസം. അവൻ പേടിച്ച് അപ്സൈഡ് ഡൗണിലെ അവൻ ഉണ്ടാക്കി കുടിലിൽ ഇരുന്ന് പേടിച്ച് പാട്ട് പാടുന്നുണ്ടാകും, പേടി മാറ്റാനായി. ആ സമയം അവനൊരു ശബ്ദം കേൾക്കും. പുറത്ത് എന്തോ ഉണ്ടെന്ന് അവന് മനസ്സിലാവും. അത് ഡെമോഗോർഗൻ ആയിരിക്കും. തോക്കെടുത്ത് വെടിവെക്കുന്നു. കിട്ടിയ ഗ്യാപ്പിൽ ഓടി രക്ഷപ്പെടാനൊക്കെ നോക്കുമെങ്കിലും അവസാനം ഡെമോഗോർഗന്റെ കയ്യിൽ തന്നെ വന്ന് പെടും. അത് അവനെയും വലിച്ചുകൊണ്ട് നേരെ കൊണ്ടുപോകുന്നത് വെക്നയുടെ അടുത്തേക്കായിരിക്കും. ഉടനെ അവിടെയുള്ള വീൻസ് എല്ലാം അവനെ ചുറ്റിപ്പിടിക്കാൻ തുടങ്ങും. എന്നിട്ട് വെക്ന വില്ലിൻ്റെ വായിലോട്ട് എന്തൊക്കെയോ പമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നീയും ഞാനും ചേർന്ന് ഒരുപാട് ഭംഗിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവാണെന്ന് പറയുന്നു. ശേഷം കാണിക്കുന്നത് മൈക്കിൻ്റെ വീടാണ്. അവിടെ അവൻ്റെ അനിയത്തി ഹോളി പുറത്ത് അവൾക്ക് പരിചയമുള്ള ഏതോ ഒരു അജ്ഞാത മനുഷ്യന് ഹായ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതാരാണെന്ന് കാണിക്കുന്നില്ല. അപ്പോഴേക്കും അമ്മ അവളോട് എല്ലാവരോടും ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായെന്ന് പറയാൻ പറയും. ഇപ്പം മൈക്കിൻ്റെ വീട്ടിലാണ് വില്ലിൻ്റെ കുടുംബവും ഉള്ളത്. ജോയ്സും ജൊനാഥനും ഒക്കെ ഉണ്ടാകും. അവർ എല്ലാവരും ചേർന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഭയങ്കര ഒച്ചപ്പാടായിരിക്കും അവിടെ. മൈക്കിൻ്റെ അച്ഛന് നേരാവണ്ണം ഒന്നും തിന്നാൻ പോലും കിട്ടുന്നുണ്ടാവില്ല. എന്നിട്ട് എല്ലാവരും ഓരോരുത്തരായി സ്കൂളിനും വർക്കിനും ഒക്കെയായി പോകും. ഇതൊക്കെ കണ്ട അയാൾ, ഇനി എത്ര കാലമെന്ന് വെച്ചാൽ ഇവരിവിടെ? അപ്പോൾ നിങ്ങളെന്താ ഈ പറയുന്നത്? ഇവരെ ഇവിടുന്ന് പുറത്താക്കാനോ എന്നും ചോദിച്ച് മൈക്കിൻ്റെ അമ്മ പോകുന്നു. ശേഷം സ്റ്റീവിനെയും റോബിനെയുമാണ് കാണിക്കുന്നത്. അവരിപ്പോൾ ഒരു റേഡിയോ സ്റ്റേഷനായിരിക്കും നടത്തി വരുന്നത്. അങ്ങനെ രാവിലത്തെ റോബിൻ്റെ ബ്രോഡ്കാസ്റ്റ് വഴി ഹോക്കിൻസ് നഗരം ഇപ്പോൾ മിലിറ്ററിക്കാരുടെ കൺട്രോളിലായിരിക്കും. അവിടേക്ക് വേറെ ആർക്കും പ്രവേശനമില്ലെന്നൊക്കെ പറയും. പിന്നെ റോബിൻ അവളുടെ ക്രഷായിരുന്ന വിക്കിയെ വളച്ചെടുത്തിട്ടുണ്ടാകും. അവൾക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന നേരത്താണ് ഇവരുടെ റേഡിയോ സ്റ്റേഷൻ്റെ അവിടുത്തെ സിഗ്നൽ പോകുന്നത്. അപ്പോൾ ഇതെന്താണെന്നറിയാതെ നിൽക്കുകയാണ് ഇവർ. സ്റ്റീവ് വാക്കി ടോക്കിയിലൂടെ ഡസ്റ്റിനെ വിളിക്കും. എന്നിട്ട് ഇവിടുത്തെ സിഗ്നൽ കട്ടായി, എന്താ ഇപ്പോൾ ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ അവൻ, എനിക്കിപ്പോഴും ഇങ്ങനെ നിങ്ങൾ ഡൗട്ടും ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അവിടെ അതിൻ്റെ യൂസർ മാനുവൽ ഇരിപ്പുണ്ടാകും, അത് വെച്ച് കണ്ടുപിടിക്കാൻ പറയും. ഡസ്റ്റിൻ എഡ്ഡിയുടെ മരണത്തിന് ശേഷം കുറച്ച് ഡാർക്കായിരിക്കും. അവൻ ഹെൽഫയർ ക്ലബിൻ്റെ ഡ്രസ്സും ഇട്ടുകൊണ്ടാണ് സ്കൂളിലേക്ക് വരുന്നത്. ഇത് കണ്ട എല്ലാവരും അവനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. കാരണം ഇവിടെ നടന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എഡ്ഡിയും ഹെൽഫയർ ക്ലബും ആണെന്നാണ് എല്ലാവരുടെയും വിചാരം. അവിടെ ബാസ്കറ്റ്ബോൾ ടീമിലുള്ള ആൻഡി എന്നൊരു പയ്യൻ വന്ന്, നീ ആരോട് ചോദിച്ചിട്ടാടാ ഈ ഷർട്ട് ഇട്ടത്? ഹെൽഫയറൊക്കെ തീർന്നു. എന്നിട്ട് ഷർട്ട് പിടിച്ച് കീറാൻ നിൽക്കുമ്പോൾ അവിടേക്ക് ലൂക്കസ് വരും. ഒപ്പം തന്നെ മൈക്കും വില്ലും അവിടെ എത്തും. അതോടെ ആൻഡി അവിടുന്ന് ഒന്നുകൂടെ വാൺ ചെയ്തിട്ട് പോകുന്നു. എന്നിട്ട് ഡസ്റ്റിനോട്, നീ ഇപ്പോൾ അവനെ പ്രൊവോക്ക് ചെയ്യാൻ പോവരുത്, ഹോപ്പർ പറഞ്ഞിട്ടുള്ളതല്ലേ, ഇനി ഒരു പ്രശ്നത്തിനും ചെന്ന് ചാടരുതെന്ന്. അടുത്ത ക്രോളിന് വേണ്ടി ഒരുങ്ങുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഡസ്റ്റിൻ അതൊന്നും ചെവി കൊടുക്കില്ല. ശേഷം കാണിക്കുന്നത് എലവനെയാണ്. അവളുടെ ട്രെയിനിങ് ആണ് കാണിക്കുന്നത്. ഇനി ആ വെക്നയുമായി വലിയൊരു യുദ്ധം തന്നെ നടന്നേക്കാം. അതിനു വേണ്ടിയുള്ള ട്രെയിനിങ് ആയിരിക്കും. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഹോപ്പറും ജോയ്സുമായിരിക്കും. ശേഷം മറയാണെങ്കിൽ ബോർഡർ കടന്ന് ഒരു ട്രക്കുമായി റേഡിയോ സ്റ്റേഷൻ്റെ അവിടേക്ക് ചെല്ലുന്നുണ്ട്. ഗ്രോസറി ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരാളായിട്ടാണ് അവിടേക്ക് എത്തുന്നത്. ശേഷം റേഡിയോ സ്റ്റേഷനിലേക്ക് നാൻസിയും ജോനാഥനും എത്തിയിട്ടുണ്ട്. നേരത്തെ ഡസ്റ്റിൻ പറഞ്ഞ പോലെ മാനുവലൊക്കെ നോക്കി സിഗ്നൽ കട്ടാവാനുള്ള കാരണമൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അവിടെ വലിയൊരു ടവറുണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിൽ കയറിയിട്ട് വേണം അത് റെഡിയാക്കാൻ. അതിൻ്റെ മുകളിൽ കയറാൻ സ്റ്റീവും ജോനാഥനും മത്സരമായിരിക്കും. സ്റ്റീവ് വോൾട്ടേജ് ഓഫ് ചെയ്യും. നോക്കുമ്പോൾ ജോനാഥൻ ആദ്യം കയറിപ്പോകാൻ നിൽക്കുകയായിരിക്കും. അങ്ങനെ രണ്ടും ആരാദ്യം മുകളിലെത്തി അത് ശരിയാക്കുമെന്നായിരിക്കും മത്സരം. പോരാത്തതിന് നാൻസി അവിടെ ഉള്ളത് കൊണ്ടും കൂടെയാണ് ഇതൊക്കെ നടക്കുന്നത്. ആ സമയത്താണ് അവരുടെ അടുത്തേക്ക് മറയ വരുന്നത്. ഇവിടെ രണ്ടും മത്സരിച്ച് മുകളിലെത്തി ജോനാഥൻ ഒരു വയർ കണക്ട് ചെയ്യുന്നതും സ്റ്റീവ് വന്ന് ഒരു തട്ട് തട്ടുമ്പോൾ അത് ഓൺ ആവുന്നതും കൂടെ രണ്ടുപേരും ഞാൻ ശരിയാക്കി എന്ന് പറയും. പക്ഷെ താഴേക്ക് നോക്കുമ്പോൾ ഇതൊന്നും കാണാൻ നാൻസിയുമില്ല, റോബിനുമില്ല. മറേ ആ ഗ്രോസറി ഐറ്റംസ് ഉള്ള വണ്ടിയിൽ നിന്ന് ബുള്ളറ്റ്സും ഗ്രനേഡും ഒക്കെ കൊടുക്കും. അയാൾ വലിയൊരു ഇൻഫോർമേഷൻ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഹോക്കിൻസിൽ മിലിറ്ററിക്കാർ തമ്പടിച്ച് നിൽക്കുന്ന സ്ഥലത്ത് അപ്സൈഡ് ഡൗണിലേക്കുള്ള ഒരു വലിയ ഗേറ്റ് ഉണ്ട്. അതിലേക്ക് ഇന്ന് മിലിറ്ററിക്കാരുടെ 2-3 ട്രക്ക് ഇവരുടെ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയുള്ള കുറേ സാധനങ്ങളുമായി അകത്തേക്ക് പോകുന്നുണ്ട് എന്ന് പറയും. ശേഷം ഡസ്റ്റിൻ ഒരു ലാബിൽ ചെന്ന് അവിടെയുള്ള ഒരു പാമ്പിനെ ഇങ്ങനെ നോക്കി നിൽക്കും. എന്നിട്ട് ലൂക്കസ് ഡസ്റ്റിനെ പറ്റി അവൻ പറയുക, നമുക്ക് ഹെൽഫയർ വീണ്ടും തുടങ്ങണമെന്ന്. അവൻ്റെ ബോധം കംപ്ലീറ്റ് പോയിരിക്കുക.
അപ്പോഴേക്കും അവിടേക്ക് ഡസ്റ്റിൻ വന്ന് ആരുടെ ബോധാ പോയത് എന്ന് ചോദിക്കുമ്പോൾ മൈക്ക് ആൻറ്റി അവൻ്റെ ബോധാ പോയെന്ന് പറയും. നേരത്തെ ഡസ്റ്റിനെ ഉപദ്രവിച്ചില്ലേ അവൻ്റെ, രാവിലെ അവൻ ചെയ്തത് ഭയങ്കര മോശമായി പോയി എന്ന് പറയും. അപ്പോഴാണ് റോബിൻ ആ റേഡിയോ സ്റ്റേഷൻ വഴി മറേ അറിയിച്ച ഇൻഫോർമേഷൻ ഒരു കോഡ് വഴി ഇവരെല്ലാം അറിയിക്കുന്നത്. അവരത് എന്താണെന്ന് കൃത്യമായി കണ്ടുപിടിക്കും, അത് ഡീകോഡ് ചെയ്തിട്ടൊക്കെ. അതുപോലെ ഹോപ്പറും. ഇന്ന് രാത്രി ക്രോൾ ഉണ്ട്, അതാണ് കാര്യം. ക്രോൾ എന്തെന്നാൽ ഇവർ ഒരുപാട് പ്ലാൻ ചെയ്ത് അപ്സൈഡ് ഡൗണിൽ പോയിട്ടുണ്ട്. എന്നാൽ ഒരുപാട് ക്രോൾ കഴിഞ്ഞെങ്കിലും ഹോപ്പറിന് കാര്യമായി ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഈ മിലിറ്ററിക്കാരുടെ ട്രക്കിൽ കയറിയിട്ട് വേണം ഹോപ്പറിന് പോകാനും തിരിച്ചു വരാനും. അങ്ങനെ എല്ലാവരും ക്രോളിനായി തയ്യാറെടുക്കുന്നു. പിള്ളേർക്കെല്ലാം പ്ലാൻ വിവരിക്കുന്നത് മൈക്കാണ്, മറ്റവർക്ക് നാൻസിയും. ഓരോരുത്തർക്കും ഓരോ ജോലികൾ ഏൽപ്പിക്കുന്നു. അങ്ങനെ എഡ്ഡിക്ക് വേണ്ടിയെങ്കിലും വെക്നയെ നശിപ്പിക്കാൻ അവർ തീരുമാനിക്കുന്നു. ആ സമയത്താണ് വില്ലിന് എന്തൊക്കെയോ അസ്വസ്ഥത തോന്നുന്നത്. അവന് തല ചുറ്റാനായൊക്കെ തുടങ്ങും. ഇത് കണ്ട അവൻ്റെ ഫ്രണ്ട്സ് എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്നറിയില്ല, തല ചുറ്റുന്ന പോലെ. ശേഷം ഹോളിയെയാണ് കാണിക്കുന്നത്. PT പീരീഡ് കഴിഞ്ഞ് എല്ലാവരോടും ക്ലാസ്സിലേക്ക് പോകാൻ പറയും ടീച്ചർ. ആ സമയം ഇവളെന്തോ കണ്ട് വേറൊരിടത്തേക്ക് ചെല്ലും. ഇത് ടീച്ചർ കാണും. ഹോളി ചെന്ന് ആ അജ്ഞാത മനുഷ്യനോട് ഹായ് പറയും. ടീച്ചർ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇവൾ അവിടെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നതായിട്ടാണ്. ഇത് കണ്ട് ടീച്ചർ ഷോക്കാവും. ശേഷം 11 ഹോപ്പറിനോട് ഈ ക്രോളിൽ ഞാനും നിങ്ങളുടെ കൂടെ വന്നോട്ടെ, കാരണം ഇവളുടെ ആ പ്രാക്ടീസിൽ ഇത്ര സമയത്തിനുള്ളിൽ എത്തിയാൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ആ ടൈമിനുള്ളിൽ എത്തിയ കാര്യം പറയുമ്പോൾ അത് ഞാൻ കണ്ടില്ല. അപ്പോഴേക്കും ഇൻഫോർമേഷൻ അറിയിക്കാൻ റോബിൻ്റെ റേഡിയോ വന്നപ്പോൾ അതായിരുന്നു ശ്രദ്ധിച്ചതെന്ന് പറയും. ജോയ്സി ഹോപ്പറിനോട് എന്തിനാ അവളോട് ഇത്ര റൂഡായി പെരുമാറുന്നത്? അപ്പോൾ അവൾ ആ ടൈമിൽ എത്തിയത് ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അവളെ ആ മിലിറ്ററി ബേസ് വഴി ആ ഗേറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് ഡേഞ്ചറാണ്. കാരണം ആ മിലിറ്ററിക്കാർക്ക് വേണ്ടതും 11നെയാണ്. ജോയ്സ് നിങ്ങൾ വെക്നയെ കണ്ടെത്തിയാൽ മതി, നേരിട്ട് മുട്ടാൻ നിൽക്കണ്ടെന്ന് പറയും. അത് അപകടമാണ്. ഓക്കെ എന്ന് പറയുമെങ്കിലും അവൾ പോയ സമയത്ത് ഹോപ്പർ വേറെ എന്തോ ഒരു പൊതി എടുക്കുന്നുണ്ട്, ആരും കാണാത്ത ഒരു സ്ഥലത്ത് നിന്ന്. ശേഷം ആൻറ്റി വന്ന് അവൻ്റെ ലോക്കർ തുറക്കുമ്പോൾ അതിലൊരു പാമ്പ്. അത് കണ്ട് അവൻ പേടിച്ച് നിലത്ത് വീഴും. ഇത് കണ്ട് ബാക്കി സ്റ്റുഡൻസ് ചിരിക്കാൻ തുടങ്ങും. അവിടെ ഹെൽ ഫയർ എന്ന് എഴുതി വെച്ചതോടെ ഇത് ഡസ്റ്റിൻ്റെ പണിയാണെന്ന് മനസ്സിലാവുന്നു. എന്നിട്ട് ഹോളിയുടെ കാര്യം മൊത്തം ടീച്ചർ അവളുടെ അമ്മയെ വിളിച്ച് അവരോട് പറയും. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ മൈക്ക് അവളെ ചെന്ന് ആശ്വസിപ്പിക്കുന്നു. ഇനി പേടിയൊക്കെ വരുമ്പോൾ ഈ രൂപം ഒന്ന് ഓർത്താൽ മതി എന്ന് പറഞ്ഞ് ഒരു ടോയ് കൊടുക്കും. ഒരുപാട് പവേഴ്സുള്ള സൂപ്പർ ഹീറോ ആണ്, ഇത് നീയാണെന്ന് വിചാരിച്ചാൽ മതി, അല്ലാതെ വേറൊരു അജ്ഞാത മനുഷ്യൻ്റെ ആവശ്യം നിനക്കില്ല, അത് മറന്നേക്കാൻ പറയും. ശേഷം മാക്സ് ആണെങ്കിൽ ഇപ്പോഴും കോമയിലായിരിക്കും. വില്ലും ലൂക്കസും അടുത്തുണ്ട്. ലൂക്കസ് അവളുടെ ഫേവറേറ്റ് പാട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. വിൽ ഞാനൊരു കൊക്കക്കോള വാങ്ങി വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകും. ശേഷം റോബിൻ വിക്കിയെ കാണാൻ അതേ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടാകും. വിക്കി അവിടെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. ആ സമയം വിൽ റോബിനെ കാണും. അവൻ കുറേ വിളിക്കും, പക്ഷെ അവൾ കേൾക്കുന്നുണ്ടാവില്ല. റോബിൻ വിക്കിയോട് ഇന്ന് നമ്മുടെ ഡേറ്റ് നടക്കില്ല, വേറൊരു ദിവസം എൻജോസിൽ ഒരു റിസർവേഷൻ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ കിസ് ചെയ്യും. ഇത് വിൽ കാണുന്നു. അവനും അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ഒക്കെ തോന്നും, കാരണം ഇവനും ഒരു ഗേ ആയിരുന്നല്ലോ. അത് കണ്ട് ആ ക്യാൻ നിലത്ത് വീഴുമ്പോൾ അവൻ അവിടുന്ന് ഓടും. ശബ്ദം കേട്ട റോബിൻ ചെന്ന് നോക്കുമ്പോൾ വിൽ അവിടുന്ന് ഓടിപ്പോകുന്നതാണ് കാണുന്നത്. ശേഷം ഡസ്റ്റിൻ എഡ്ഡിയുടെ കുഴിമാടത്തിലേക്ക് പോകുമ്പോൾ അവിടെ ബേൺ ഇൻ ഹെൽ എന്ന് എഴുതിയിട്ടുണ്ട്. അത് ആൻറ്റിയാണെന്ന് മനസ്സിലാവും. നോക്കുമ്പോൾ അത് ചോര കൊണ്ടാണ് എഴുതിയേക്കുന്നത്. ഇവൻ നേരത്തെ ആ ലോക്കറിൽ കൊണ്ടിട്ട ആ പാമ്പിൻ്റെ ചോര. അവിടുന്ന് ആൻറ്റിയും ടീംസും ഡസ്റ്റിനെ വളഞ്ഞ് അവനെ ബ്രൂട്ടലായി അടിക്കാൻ തുടങ്ങുന്നു. ഇവിടെ നേരം ഇരുട്ടാവാറായപ്പോഴേക്കും എല്ലാവരും റേഡിയോ സ്റ്റേഷനിലേക്ക് എത്തി. ലൂക്കസ് ഡസ്റ്റിനെ ഒരുപാട് വട്ടം കണക്ട് ചെയ്യാൻ നോക്കുമെങ്കിലും ഒരു റെസ്പോൺസും ഉണ്ടാവില്ല. അപ്പോഴേക്കും 11, ഹോപ്പർ, ജോയ്സ് ഇവരവിടെ എത്തിയിട്ടുണ്ടാകും. ഹോപ്പർ ആയിരിക്കും കയറാൻ പോകുന്നത്. ഹോപ്പറിൻ്റെ അടുത്ത് ഒരു വാക്കി ടോക്കിയും ട്രാക്കറും ഉണ്ടാകും. അപ്പോൾ ഹോപ്പർ ഗേറ്റിനുള്ളിലൂടെ പോകുന്ന റൂട്ട് അനുസരിച്ച് ഇവർ സെറ്റ് ചെയ്ത ഒരു വാൻ ഉണ്ട്. ആ വാൻ ഇവർ അതിനനുസരിച്ച് ഓടിക്കും. കാരണം അകത്തുള്ള ഹോപ്പറിൻ്റെ വാക്കി ടോക്കിയിലുള്ള സിഗ്നൽ നഷ്ടപ്പെടാതിരിക്കാൻ. അത് നിലനിർത്താനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനൊരു സഹായത്തിനായി ഡസ്റ്റിൻ ഇല്ലാത്തതുകൊണ്ട് ജോണതനായിരിക്കും വരുന്നത്. ഈ സമയം ലൂക്കസും മൈക്കും പുറത്തുനിന്ന് ബൈനോക്കുലറിലൂടെ പട്ടാളക്കാരെ നിരീക്ഷിച്ച് അവരുടെ മൂവ്മെൻറ്റ്സ് പറഞ്ഞു കൊടുക്കും. ശേഷം ഹോപ്പർ ഒരു രഹസ്യ വഴിയിലൂടെ മിലിറ്ററി ബേസിൻ്റെ ഉള്ളിലേക്ക് പോകും. ശേഷം ഹോളിയുടെ പേരും പറഞ്ഞ് വീട്ടിൽ ചെറിയ വഴക്കൊക്കെ ഉണ്ടാവുകയാണ്. ഇത് കേട്ട് അവൾ ഒരുപാട് വിഷമിക്കും. ശേഷം ഹോപ്പർ ആ ടണൽ വഴി ആ ക്യാമ്പിലേക്ക് എത്തും. ഇൻഫോർമേഷൻ കൊടുക്കാൻ ലൂക്കസും മൈക്കും ഉണ്ട് അവിടെ. ആ സമയം പട്ടാളക്കാർ ഫ്ലെയിം ത്രോവർ യൂസ് ചെയ്ത് ആ ഗേറ്റ് തുറക്കുന്നു.
ആ കിട്ടിയ ഗ്യാപ്പിൽ ഹോപ്പർ ചെന്ന് ട്രക്കിൽ ചാടിക്കേറി ഒളിച്ചിരിക്കുന്നു. അങ്ങനെ ട്രക്കെല്ലാം അപ്സൈഡ് ഡൗണിലേക്ക് പോകുന്നു. അതിനനുസരിച്ച് സ്റ്റീവും ജോണതനും ആ സിഗ്നൽ നിലനിർത്താൻ വേണ്ടി അതിനനുസരിച്ച് വണ്ടിയായി പോകുന്നുണ്ട്. കാരണം അപ്സൈഡ് ഡൗണിലേക്ക് എത്തിയാൽ പിന്നെ ഇവരുടെ വണ്ടിയുടെ താഴെയായിട്ടായിരിക്കും ആ ട്രക്ക് ഉള്ളത്. ശേഷം ട്രക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടും. ഒപ്പം ബാക്കി വണ്ടികളും പിന്നിൽ വന്ന് ഇടിക്കുന്നു. അതോടെ പെട്ടെന്ന് അവരുടെ സിഗ്നൽ നഷ്ടപ്പെടും കുറച്ചു നേരത്തിന്. പിന്നെ ജോണതൻ അത് വീണ്ടും തിരിച്ചെടുക്കും. ശബ്ദം കേട്ട് റേഡിയോ സ്റ്റേഷനിൽ ഇരിക്കുന്നവർക്ക് എന്തോ പണി കിട്ടിയെന്ന് മനസ്സിലാവും. വില്ലിന് പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങുന്നു. അവിടേക്ക് പെട്ടെന്ന് ഡെമോഗോർഗൺ വരുന്നു. ഈ ശബ്ദം അവിടെയുള്ളവർ കേൾക്കുന്നുണ്ട്. അത് അവിടെയുള്ള എല്ലാ സോൾജേഴ്സിനെയും കൊന്നിടാൻ തുടങ്ങുന്നു. അങ്ങനെ ഹോപ്പർ മാത്രമാവും ബാക്കി. പെട്ടെന്ന് വിൽ ബോധം കെടുന്നു. അവിടെയുള്ള പലതും ഷോർട്ടായി അടിച്ചു പോകാൻ തുടങ്ങിയാണ്. ശേഷം ഹോപ്പർ വാക്കി ടോക്കിയിലൂടെ അവരെ കണക്ട് ചെയ്യാൻ നോക്കിയെങ്കിലും നടക്കില്ല. അയാൾ വേഗം വേറൊരു സ്ഥലത്തേക്ക് മാറും. ഇവിടെ വിൽ അവൻ്റെ മൈൻഡിലൂടെ ഓരോ അപ്സൈഡ് ഡൗണിലെ വിഷ്വലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഡെമോഗോർഗൻ ഒരു വീടിനെ ലക്ഷ്യം വെച്ചിട്ടാണ് അത് നിൽക്കുന്നതെന്ന് മനസ്സിലാവും. പെട്ടെന്ന് ആ സ്വപ്നത്തിൽ നിന്ന് ജോയ്സി അവനെ എഴുന്നേൽപ്പിക്കുന്നു. അവൻ കണ്ട കാര്യം വളരെ പേടിയോടെ അവൻ പറയും, ഞാൻ ഡെമോഗോർഗനെ കണ്ടു, അത് ആക്രമിക്കാൻ പോവാണ്. അപ്പോൾ ആരെ എന്ന് ചോദിക്കുമ്പോൾ അവൻ നാൻസിയെ നോക്കും. അപ്സൈഡ് ഡൗണിൽ അവളുടെയും മൈക്കിൻ്റെയും വീട്ടിലേക്ക് പോകുന്നതായിട്ടാണ് അവൻ കണ്ടത്. ശേഷം അവരുടെ വീട്ടിൽ അച്ഛൻ ഗോൾഫ് കളിക്കുകയായിരിക്കും. അമ്മ കുടിച്ച് നല്ല ഫിറ്റായിരിക്കും. ഹോളി ആകെ വിഷമിച്ച് കിടക്കുകയായിരിക്കും. ആ നേരത്ത് അവിടെയുള്ള ലൈറ്റ്സ് എല്ലാം മിന്നിക്കത്താൻ തുടങ്ങുന്നു. ഇത് കണ്ട് പേടിച്ച് അവൾ ഇരിക്കുന്ന സമയം ആ റൂമിലെ സീലിംഗും പൊളിച്ച് അവിടെ വലിയൊരു ഗേറ്റ് തന്നെ ഓപ്പൺ ആവും. അതിൽ നിന്ന് ഡെമോഗോർഗൺ വരുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.